നിനക്കൊരു വിവാഹം വേണമായിരുന്നെങ്കിൽ അത് നല്ല പ്രായത്തിലാകായിരുന്നില്ലേ ലക്ഷ്മി? ഇതിപ്പോൾ മക്കൾ പ്രായപൂർത്തിയായി, മകളെ കെട്ടിച്ചയച്ചു, പേരക്കുട്ടിയായി, മകനെ കെട്ടിക്കേണ്ട പ്രായത്തിലാ. അവളുടെ ഒരു മുതുകൂത്ത്. നീ ഈ പ്രായത്തിലൊരു വിവാഹം കഴിച്ചാൽ നവ്യമോളെ കെട്ടിച്ചയച്ച വീട്ടിൽ അവൾക്ക് പിന്നെ എന്താകും ഒരു വില? നീരവിന് നല്ലൊരു വീട്ടിൽ നിന്നും പിന്നൊരു ബന്ധം കിട്ടുമോ? അങ്ങനെ എന്തെങ്കിലും നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ലക്ഷ്മിയുടെ മരിച്ചുപോയ ഭർത്താവ് ശേഖരൻ്റെ ചേട്ടൻ ശിവദാസൻ അമ്മയോട് കയർക്കുന്നത് കേട്ടുകൊണ്ടാണ് ലക്ഷ്മിയുടെ മകൻ നീരവ് വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറുന്നത്. നീരവ് നോക്കുമ്പോൾ ശിവദാസൻ വല്യച്ഛൻ ഒറ്റയ്ക്കല്ല, അച്ഛൻ്റെ 2 പെങ്ങന്മാരും കെട്ടിച്ചയച്ച നീരവിൻ്റെ പെങ്ങൾ നവ്യയുമടക്കം വലിയൊരു പട തന്നെയുണ്ട് അമ്മയെ ക്രോസ് ചെയ്യാൻ. എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ച് ഒരു അപരാധിയെപ്പോലെ നിൽക്കുകയാണമ്മ. ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന ചോദ്യം കേട്ട് എല്ലാവരും നോക്കുന്നത് നീരവിൻ്റെ മുഖത്തേക്കാണ്. എന്താ എല്ലാവർക്കും അറിയേണ്ടത്? എന്നോട് ചോദിക്കാം. സ്വല്പം ഗൗരവത്തിൽ തന്നെ നീരവ് പറഞ്ഞു. അല്ല മോനെ, ഈ പ്രായത്തിൽ ഇനി ലക്ഷ്മിക്കൊരു വിവാഹത്തിൻ്റെ ആവശ്യമുണ്ടോ? അതെല്ലാവർക്കും നാണക്കേടല്ലേ, ഞങ്ങളത് സംസാരിക്കുമായിരുന്നു. നീരവിൻ്റെ അച്ഛൻ പെങ്ങൾ പറഞ്ഞു. ഈ പ്രായത്തിൽ എൻ്റെ അമ്മ ഒരു വിവാഹം കഴിക്കുന്നതിൽ നാണക്കേടുള്ളവരൊന്നും ഇനി ഈ പടി കയറണമെന്നില്ല. പിന്നെ ഈ പ്രായത്തിൽ എൻ്റെ അമ്മ വിവാഹം കഴിക്കുന്നതിൽ നാണക്കേടുള്ള അപ്പച്ചി തന്നെയാണല്ലോ. കുറച്ചു നാൾ മുമ്പ് അപ്പച്ചിയുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് 2ാമതൊരു വിവാഹം കഴിപ്പിക്കാൻ മുൻകൈ എടുത്തതും എല്ലാത്തിനും മുന്നിൽ നിന്നതും അദ്ദേഹത്തിന് 60 വയസ്സ് പ്രായവും അന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 50 തികഞ്ഞിട്ടില്ല ഇതുവരെ. നീരവ് കുറച്ച് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ആണുങ്ങളെപ്പോലെയാണോ പെണ്ണുങ്ങൾ? ആണുങ്ങൾക്ക് എന്തിനും ഒരു കൈസഹായം വേണം. ഭാര്യയില്ലാതെ തനിച്ച് ജീവിക്കാൻ അവർക്ക് പാടാ. അതുപോലെയാണോ ഇവളുടെ മുതുകൂത്ത്? അങ്ങനെ കെട്ടാ മുട്ടി നിൽക്കുമായിരുന്നെങ്കിൽ ശേഖരൻ മരിച്ച സമയത്ത് ആ ചെറുപ്രായത്തിൽ ആരെങ്കിലും പിടിക്കായിരുന്നില്ലേ ഇവൾക്ക്? അല്ലാതെ ഈ വയസ്സാം കാലത്ത് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. ഇതൊക്കെ എൻ്റെ ശേഖരൻ്റെ ആത്മാവ് എങ്ങനെ സഹിക്കുമാവോ? അപ്പച്ചി സാരിത്തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പിയ ശേഷം പറഞ്ഞു. അച്ഛൻ്റെ ആത്മാവിന് വേദനിക്കുന്ന കാര്യം ഓർത്ത് കള്ളക്കണ്ണീരൊഴുക്കല്ലേ അപ്പച്ചി. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ നവ്യേച്ചിക്ക് 7 വയസ്സാ, എനിക്ക് 4. അതുവരെ അച്ഛൻ്റെ തണലിൽ ജീവിച്ച അമ്മ 8ഉം പൊട്ടും തിരിയാത്ത ഞങ്ങൾ മക്കളെയും ചേർത്ത് പിടിച്ച് ഇനി മുന്നോട്ട് എന്ത് എന്ന് ആലോചിച്ചൊരു എത്തും പിടിയില്ലാതെ നിന്നപ്പോൾ ഈ പറയുന്ന അപ്പച്ചിയടക്കം ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് അച്ഛൻ്റെ ആത്മാവിന് വേദനിച്ച അത്രയൊന്നും ഇനി ഏതായാലും വേദനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സെൻറ്റിമെൻറ്റ്സ് അപ്പച്ചി വിട്. നീരവ് അത്രയും പറഞ്ഞപ്പോൾ അപ്പച്ചിയടക്കം പലരും വായ അടഞ്ഞ പോലെ നിശബ്ദരായിരുന്നു. നീരവ് തുടർന്നു. അന്ന് തൊട്ടൊരു സുഖമോ സന്തോഷമോ എൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല. ഒരു ജീവിതം മുഴുവൻ ഈ പാവം ഒഴിഞ്ഞു വെച്ചത് ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയായിരുന്നു. മുണ്ട് മുറുക്കി ഉടുത്ത് കഷ്ടപ്പെട്ട അമ്മ ഞങ്ങളെ ഈ നിലയിലെത്തിച്ചത്. അതൊന്നും ഇവർക്കറിയില്ലെങ്കിലും നിനക്കറിയാവുന്നതല്ലേടി നവ്യേച്ചി. എന്നിട്ട് നീ ഇവർക്കൊപ്പം ചേർന്ന് അമ്മയെ പ്രതിക്കൂട്ടിൽ നിർത്തിയില്ലേ? അല്ലെങ്കിലും എല്ലാവർക്കും സ്വന്തം ജീവിതമാണല്ലോ വലുത്. അന്ന് അമ്മ സ്വന്തം സുഖവും സന്തോഷവും നോക്കി പോയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ചോദ്യം ചെയ്യാൻ മാത്രം നമ്മൾ വളരുമായിരുന്നില്ല. അത് നീ ഓർത്തോ? നീരവ് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് കുറ്റബോധത്തോടെ കണ്ണു നിറച്ച് നിൽക്കാനേ നവ്യയ്ക്കായുള്ളൂ. പിന്നെ അപ്പച്ചി, ആണുങ്ങളെപ്പോലെ തന്നെ സ്ത്രീകൾക്കും മനസ്സും ആഗ്രഹങ്ങളും ഉണ്ട്. മുതുകൂത്തെന്നും പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിച്ചില്ലേ? കെട്ടാൻ മുട്ടി നിൽക്കുമായിരുന്നോന്ന് എന്ന് ചോദിച്ച് പരിഹസിച്ചില്ലേ? നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ശരീര സുഖത്തിന് വേണ്ടി മാത്രമല്ല വിവാഹം. ഒരു കൂട്ട്, സങ്കടങ്ങളിൽ ചാരാനൊരു തോൾ, സന്തോഷങ്ങൾ പങ്കുവെക്കാനൊരു ഹൃദയം, അങ്ങനെ പലതുമാണൊരു പങ്കാളി. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞയായി തോന്നും. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ആ കണ്ണിലൂടെ മാത്രം കാണുന്നത്. പിന്നെ ഇനി നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ആണെങ്കിൽ തന്നെ എന്താ അതിലൊരു തെറ്റ്? എൻ്റെ അമ്മ രഹസ്യമായി ഇവിടെ ആരെയും വിളിച്ച് കയറ്റുക ഒന്നും അല്ല ചെയ്തത്. 4 ആൾ അറിഞ്ഞ് പരസ്യമായി വിവാഹം കഴിക്കാനാ പോകുന്നത്. ഡേറ്റ് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ വന്ന് ക്ഷണിക്കും. ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം. പിന്നെ ഞങ്ങൾക്കൊരു കൈത്താങ്ങിന് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. അന്നൊന്നും തിരിഞ്ഞു നോക്കാത്തവരുടെ ഉപദേശം ഇപ്പം വേണ്ട. കുറ്റം പറയാനായി മാത്രം ആരും ഈ പടി കയറണമെന്നുമില്ല. പിന്നെ 2ാം വിവാഹം എന്നത് ലോകത്ത് നടക്കാത്തതൊന്നും അല്ലല്ലോ. അത്രയും എല്ലാവരെയും നോക്കി പറഞ്ഞ ശേഷം അമ്മേ ചായ എടുത്തു വെക്ക്, ഞാനൊന്ന് ഫ്രഷ് ആയി വരാം എന്നും പറഞ്ഞ് നീരവ് റൂമിലേക്ക് കയറിപ്പോയി. വന്നവരൊക്കെ പല്ലുരുമിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരെയും വെറുപ്പിച്ചിട്ട് എന്തിനാ മോനെ ഈ വിവാഹം? ചർച്ചയും തീരുമാനങ്ങളും കഴിഞ്ഞ് എല്ലാവരും പടിയിറങ്ങിയപ്പോൾ ലക്ഷ്മി മകനോടായി ചോദിച്ചു. മറുപടിയായി നീരവ് അമ്മയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ മക്കൾക്ക് പല പരിമിതികളുമുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിയത് ചേച്ചിയുടെ വിവാഹത്തോടെയാണ്. എപ്പോഴും
അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്നവൾക്ക് പലപ്പോഴും സ്വന്തം കുടുംബത്തിലെ തിരക്കായപ്പോൾ അമ്മയൊന്ന് വിളിക്കാൻ പോലും പലപ്പോഴും സമയം തികയാതെയായി. അത് അവളുടെ കുറ്റമല്ല, സാഹചര്യങ്ങളാണ്. അവൾ പോയതോടെ അമ്മ ഒരുപാട് ഒറ്റപ്പെട്ടതായി എനിക്ക് തോന്നി. അതിനുശേഷമാണ് വർഷങ്ങളായുള്ള അമ്മയുടെ ഏകാന്തവാസത്തെപ്പറ്റി ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത്. അമ്മയുടെ മനസ്സ് മനസ്സിലാക്കിയപ്പോൾ, ഒറ്റപ്പെടാൽ തിരിച്ചറിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു കൂട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും അതുകൊണ്ടാണ്. പറയുന്നവർ പറയട്ടമ്മേ, എനിക്ക് അമ്മയുടെ സന്തോഷമാണ് വലുത്. മറ്റാരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. അമ്മ സന്തോഷമായിരുന്നാൽ മതി. പിന്നെ എൻ്റെ ഭാവിയെപ്പറ്റി ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇതൊക്കെ ഉൾക്കൊള്ളാനാകുന്നൊരു കുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വരും, അതെനിക്ക് ഉറപ്പാ. വരും മോനെ, അവൾ ഭാഗ്യവതിയായിരിക്കും. പെറ്റമ്മയെ മനസ്സിലാക്കിയവൻ അവളെയും പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനസ്സിലാക്കപ്പെടുക എന്നതാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച അമ്മയുടെ മനസ്സും ഒറ്റപ്പെടലും എല്ലാം വെറും സ്വാർത്ഥതയുടെ പേരിൽ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്കാവില്ല. അമ്മയ്ക്കൊരു കൂട്ട് വേണം. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ നല്ലൊരു മകനാകും? പിന്നെ നമ്മൾ എന്ത് ചെയ്താലും പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയുമെന്ന് കരുതിയല്ല, നമ്മുടെ സന്തോഷങ്ങൾക്കായാണ് നമ്മൾ ജീവിക്കേണ്ടത്. സ്നേഹക്കടലായി മകനത് പറയുമ്പോൾ, സ്നേഹം എന്നത് വെറും വാക്കുകളിൽ ഒതുങ്ങേണ്ട ഒന്നോ നമ്മുടെ ഇഷ്ടത്തിന് മറ്റൊരാൾ ജീവിക്കണമെന്ന സ്വാർത്ഥതയോ അല്ല. പരസ്പരമുള്ള കരുതലാണ്, ബഹുമാനിക്കലാണ്, മനസ്സിലാക്കലാണ് സ്നേഹം എന്ന വാക്യത്തിനു കൂടി അവിടെ അടിവരയിടുകയായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.